हालेलुया പോരാ, ശബ്ദമുയർത്തി हालेलुया. ऊंचे आवाज से हालेलुया. ഒരിക്കൽ കൂടെ हालेलुया. एक बार फिर से हालेलुया. സ്റ്റേഡിയം മുഴങ്ങട്ടെ हालेलुया. स्टेडियम में गूंज छुटने पाए हालेलुया. രാജാതിരാജാവും കർത്താതി കർത്താവുമായി ഇവനെ മഹത്വം കരേറ്റുന്നു. राजाधिराजा और प्रभुओं का प्रभु प्रभु यीशु मसीह का महिमा करते हैं. ഈ മഹായോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ച എൻ്റെ അനുഗ്രഹീതനായ ശ്രേഷ്ഠ ദൈവദാസൻ, എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ശമൂവേൽ തോമസ്, ഇവിടുത്തെ എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. इस महासम्मेलन में मुझे निमंत्रण दिया हुआ मेरा बड़ा भाई पास्टर शमूएल थॉमस और स्टेट के सारे अगुओं के प्रति मैं परमेश्वर का दिल से धन्यवाद करता हूं. എൻ്റെ ഏറ്റവും അടുത്ത ആത്മീയ സ്നേഹിതമായി തീർന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ കെ.പി. ജോസിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. मेरा मित्र पास्टर के.पी. जोस के प्रति भी मैं परमेश्वर का धन्यवाद करता हूं. ഈ ദിവസങ്ങളിൽ മനോഹരമായി ഗാനങ്ങൾ ആലപിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഈ കൊയർ ടീമുകൾക്കായി സ്തോത്രം ചെയ്യുന്നു. इन दिनों में हमें अच्छे अच्छे गीतों के द्वारा हमें आशीष किया हुआ इस कोयर टीम के प्रति मैं परमेश्वर का धन्यवाद देता हूं. ഇമ്മാനുവേൽ ഹെൻറിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഡൽഹിയിൽ വരാൻ കഴിഞ്ഞത്. പാസ്റ്റർ ഡൊമിനിക്കിനും ആദ്യമായിട്ടാണ് സുവിശേഷവുമായി ഡൽഹിയിൽ നിൽപ്പാൻ ദൈവം ഭാഗ്യം ലഭിച്ചത്. इमानुएल हेनरी को सबसे पहली बार दिल्ली में आने का मौका मिला. पास्टर हेनरी को भी परमेश्वर का वचन को लेकर यहाँ पर आने के लिए डोमिनिक के लिए भी परमेश्वर का वचन को लेकर आने के लिए प्रभु ने पहली बार सहायता की. ഇവിടെയുള്ള PYP-കാരായ യൗവനക്കാരോട് ഞാൻ പറയുന്നു, ഇമ്മാനുവേൽ ഹെൻറിയെ വിളിച്ചൊരു മ്യൂസിക് നൈറ്റ് പ്രോഗ്രാം വെക്കാൻ കൊള്ളാം. അദ്ദേഹം ദൈവകരങ്ങളിൽ പ്രയോജനപ്പെടുന്ന അനുഗ്രഹീതനായ ഒരു യൗവനക്കാരനാണ്. स्टेट के PYP से मेरा अनुरोध है ब्रदर इमानुएल हेनरी को बुलाकर एक म्यूजिक नाइट का आयोजन करेगा तो आपके लिए बहुत ही आशीष का कारण होगा. അരനൂറ്റാണ്ടിലധികം സുവിശേഷത്തിന്റെ ശബ്ദവും സുവിശേഷത്തിന്റെ മണവും സുവിശേഷത്തിന്റെ ജീവനുമായി തീർന്ന അനുഗ്രഹീതനും ശക്തനുമായ ഒരു പ്രഭാഷകൻ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ കെ ജോയിയുമായി ഈ വേദി പങ്കിടുമ്പോൾ ഞാൻ ദൈവത്തിന് മഹത്വം കരേറ്റുകയാണ്. करीबन 50 साल से अधिक परमेश्वर का वचन का सुगंध दुनिया के कोने कोने में पहुंचा दिया. परमेश्वर का श्रेष्ठ खादिम, परमेश्वर का श्रेष्ठ दास पास्टर के जोई के साथ जब इस मंच को मैं शेयर करता हूं मेरा दिल आनंद से भर जाता हूं. ഈ 3 യോഗങ്ങളിലായി എന്റെ മീറ്റിംഗുകൾ ട്രാൻസ്ലേറ്റ് ചെയ്ത ദൈവദാസന്മാർക്ക് ഹൃദയംഗമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. तीनों दिनों में मीटिंगों में मेरी मैसेज को परिभाषा करने वाला परमेश्वर के दासों के प्रति भी मैं परमेश्वर का धन्यवाद देता हूं. വളരെ മനോഹരമായ ഒരു ഭവനം പാർക്കുവാൻ ക്രമീകരിച്ചു. പ്രഭാതത്തിൽ മനോഹരമായ ബ്രേക്ക്ഫാസ്റ്റ്, मेरे लिए बहुत ही अच्छा एक परिवार के एक घर को रहने के लिए तैयार किया और सुबह में बहुत अच्छा ब्रेकफास्ट भी मुझे मिला है. ഡൽഹിയിലെ പൂരിയും കറിയും കഴിച്ചപ്പം വീണ്ടും വന്നാ കൊള്ളാന്ന് ആഗ്രഹം തോന്നി. അത്ര മനോഹരമായി ക്രമീകരിച്ച തോമസ് ജോർജിനും കുടുംബത്തിനും കർത്താവിന്റെ നാമത്തിലുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. दिल्ली का पूरी और सब्जी खाकर फिर से मुझे यहाँ आने का इच्छा बढ़ गया है. इसलिए ब्रदर थॉमस जॉर्ज उनके परिवार के प्रति मैं परमेश्वर का धन्यवाद देता हूँ. ഈ മഹായോഗത്തിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെ ഉണ്ട്? इस महासम्मेलन में परमेश्वर की उपस्थिति उतर आया हुआ है. इस बात को विश्वास करने वाले कितने हम पर मौजूद हैं? ഇന്ന് രാത്രി നമ്മുടെ കർത്താവിന് ഒരിക്കൽ കൂടെ മഹത്വം കൊടുത്താട്ടെ. आज रात एक बार फिर से हमारे प्रभु को महिमा करेंगे. സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് വളരെ തിടുക്കത്തോടെ വേഗത്തിൽ വചനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുക. समय के कमी होने के कारण अति शीघ्र हम परमेश्वर की वचन की ओर बढ़ेंगे. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം അതിന്റെ 9-ാം വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു. यशायाह नबी के पुस्तक उसका 53 अध्याय का 9वीं आयत में इस प्रकार लिखा हुआ है. യെശയ്യാ പ്രവചനം 53-ന്റെ 9-ാം വാക്യം. यशायाह नबी के पुस्तक उसका 53 अध्याय का 9वीं आयत को पढ़ेंगे. उसकी कब्र भी दुष्टों के संग ठहराई गई और मृत्यु के समय वो धनवान का संगी हुआ. यद्यपि उसने किसी प्रकार का उपद्रव न किया था और उसके मुंह से कभी छल की बात नहीं निकली थी. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. एक क्षण हमारी आंखों को बंद रखें, हम प्रार्थना करें. എല്ലാവരും കണ്ണുകളെ അടച്ച വചനത്തിന്മേൽ കരം വെച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. सभी लोग अपनी आंखों को बंद रखकर इस वचन के ऊपर अपने हाथों को അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു. उसकी मृत्यु के समय में वो धनवान लोगों के संग था. എല്ലാവരും കണ്ണുകളെ അടയ്ക്കാം, സ്തോത്രം ചെയ്താട്ടെ, सभी സ്തോത്രം लोग ചെയ്താട്ടെ. आंखों को बंद कर धन्यवाद करें. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഈ രാത്രി നിന്റെ വചനത്തിനായി സ്തോത്രം. हमारा प्रिय प्रभु इस रात में इस वचन के लिए हम धन्यवाद നിന്റെ देते വചനം हैं. ജീവന്റെ വചനമായതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. आपका वचन जीवित वचन है, इसलिए हम आपका धन्यवाद देते हैं. വചനത്തിന്റെ ചൈതന്യം ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെട്ടു വരട്ടെ. परमेश्वर तेरी वचन की चमक आज हमारे बीच में उमड़ने दे. വചനത്തിന്റെ ചലനം ഇന്ന് രാത്രി ഈ ഹോളിനകത്ത് വ്യാപരിക്കട്ടെ. तेरी वचन की चलन प्रभु जी आज हम महसूस करने पाए. വചനം ജീവന്റെ തുടിപ്പായി ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെട്ടു വരട്ടെ. प्रभु जी तेरा वचन आज जीवन के रूप में यहाँ पर प्रकट होने पाए. വചനം ജീവനും ശക്തിയും ഉള്ളതായതുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം वचन ചെയ്യുകയാണ്. जीवित और प्रभावशाली है, इसलिए हम आपका धन्यवाद देते വചനം हैं. ഈ രാത്രി
സൗഖ്യം കൽപ്പിക്കണമേ. वचन भेज कर आज रात छंगाई भेज दे. വചനം അതിവേഗം ഇന്ന് രാത്രി ചില മണ്ഡലങ്ങളിലേക്ക് ഓടിക്കണമേ. वचन अति शीघ्र आज रात कुछ मंडलों में दौड़ाए. വചനം അയച്ച് ഇന്ന് രാത്രി ചില മേഖലകളെ ഉരുക്കണമേ. वचन भेज कर आज रात कुछ तराइयों को प्रभु जी तू निकला दे. അവിടുത്തെ വചനത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുക. प्रभु तेरी वचन के प्रति हम धन्यवाद देते हैं. അവിടുത്തെ വചനത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുക. आपके वचन के प्रति हम धन्यवाद देते हैं. അവിടുത്തെ വചനത്തെ ഞങ്ങൾ ഇവിടെ ഉയർത്തുകയാണ്. प्रभु आपके वचन को हम आज रात यहाँ पर ऊंचा उड़ाते हैं. യേശുവിൻ നാമത്തിൽ തന്നെ. यीशु मसीह के नाम से ആ കരമടിച്ച് ഒന്നുകൂടെ കർത്താവിന് एक बार മഹത്വം फिर से കൊടുക്കട്ടെ. तालियां ठोकर परमेश्वर का धन्यवाद करें. 750 വർഷം മുൻപ് പ്രവാചകനായ യെശയ്യാവ് करीबन 750 साल पहले नबी यशायाह ने इस प्रकार कहा. യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് 750 വർഷം മുൻപ് പ്രവാചകനായ യെശയ്യാവ് വിളിച്ചു പറയുകയാണ്, അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരിക്കും. यीशु मसीह के जन्म से करीबन 750 साल पहले यशायाह नबी ने इस प्रकार चिल्लाकर कहा कि उसकी मृत्यु के समय वो धनवान लोगों के संग था. വിരോധാഭാസമായ മറ്റൊരു രംഗം മത്തായിയുടെ സുവിശേഷത്തിൽ കാണാൻ പറ്റും. इसके विरुद्ध एक और बात हम मत्ती के इंजील में पाए जाते हैं. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിന്റെ 38-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. मत्ती रचित सुसमाचार उसका 27वां अध्याय का 38वां आयत में इस प्रकार लिखा हुआ है. ആ 38-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. उसकी 38वां आयत में लिखा हुआ है. तब उसके साथ 2 डाकू, एक दाहिने और एक बाएं, क्रूसों पर चढ़ाए गए. വലത്തും ഇടത്തുമായി 2 കള്ളന്മാരെയും അവനോട് കൂടെ ക്രൂശിച്ചു. उसके अगल बगल में दाएं और बाएं में 2 चोरों को भी टांगा गया है. ഈ സംഭവം നടക്കുന്നതിന് 750 വർഷം മുൻപ് പ്രവാചകൻ എഴുതി, അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരിക്കും. मत्ती रचित सुसमाचार में लिखा हुआ यह घटना घटने से करीबन 750 साल पहले नबी ने इस प्रकार कहा है कि उसके मृत्यु के समय वो धनवान लोगों के संग था. എന്നാൽ സംഭവം നടക്കുമ്പോൾ മത്തായി എഴുതി, സമ്പന്നന്മാരുടെ അല്ല അവൻ ഇപ്പോൾ കിടക്കുന്നത്, കള്ളന്മാരുടെ നടുവിൽ അവൻ കിടക്കുകയാണ്. घटना घटते वक्त मत्ती ने लिखा है कि वो उसकी मृत्यु के समय वो चोरों के साथ था, धनवानों के संग नहीं था. ന്യായമായിട്ട് ഇനി അവനെ അടക്കേണ്ടതും ആ നിലവാരത്തിലുള്ളിടത്ത് തന്നെയാ. और सही तरीके से अगर कहा जाए तो उसका खबर भी इसी प्रकार का लोगों के संग देना चाहिए. ലോകം അവനെ കുറിച്ച് അന്ന് വരെ ധരിച്ചിരിക്കുന്നത് ഇനി അടക്കപ്പെടാൻ പോകുന്നത് കള്ളന്മാരോടുകൂടെ മരിച്ചവൻ കള്ളന്മാരുടെ കൂട്ടത്തിലായിരിക്കാമെന്ന. दुनिया उस समय तक उसके बारे में इस प्रकार सलाह मशूरा करते थे कि चोरों के संग मरा हुआ व्यक्ति की अंतिम संस्कार भी चोरों के संग ही होगा. എന്നാൽ ഇന്ന് രാത്രി ആത്മാവിൽ ആ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഞാൻ പറയട്ടെ, നിന്നെ കുറിച്ച് ലോകത്തിന് ചില ചിന്തകളുണ്ട്, ലോകം നിർണയിച്ച ചില സമയമുണ്ട്, ലോകം വിചാരിക്കുന്ന ചില പദ്ധതിയുണ്ട്. എന്നാൽ അതിനെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി തിരുത്തി കുറിക്കുമെന്ന് എത്ര പേര് लेकिन വിശ്വസിക്കുന്നുണ്ട്? आज रात आत्मा में भरकर मैं आपसे कहना चाहता हूं कि आपके प्रति दुनिया का कुछ विचार है, दुनिया का कुछ सोच है, लेकिन आज रात कितने लोग विश्वास करते हैं कि दुनिया का सोच विचार को आज रात मेरा प्रभु बदलने वाला है. നിന്റെ ഭാവിയെ കുറിച്ച് ലോകം പറയുന്നതല്ല, ശത്രു പറയുന്നതല്ല, ഇന്ന് രാത്രി എന്റെ ഭാവി അവന്റെ ഉള്ളം കരത്തിലെന്ന് വിശ്വസിക്കുന്നവർ ആ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. आपके भविष्य के प्रति दुनिया जो कहता है वो नहीं है, बल्कि कितने लोग आज रात विश्वास करते हैं कि मेरा भविष्य मेरा प्रभु के हाथों में सुरक्षित है. वे तालियां बजाकर परमेश्वर का धन्यवाद करें. അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തിട്ട് പറ, എന്റെ ഭാവി ദൈവത്തിന്റെ കരങ്ങളിൽ आपके अगल बगल में बैठे हुए लोगों को हाथ मिलाकर कहे, मेरा भविष्य मेरा परमेश्वर के हाथों में सुरक्षित है. എന്റെ ഭാവി അവന്റെ ഉള്ളക്കരത്തിലാണ്. मेरा भविष्य मेरा प्रभु के हथेली में है. ലോകമേ നീയല്ല നിശ്ചയിക്കുന്നത്, ये दुनिया तू नहीं है जो मेरे भविष्य को तय करता है. പിശാചേ നീയല്ല നിശ്ചയിക്കുന്നത്, मेरा भविष्य तू नहीं तय करेगा. പിശാചേ നീയല്ല നിശ്ചയിക്കുന്നത്. ये शैतान तू नहीं है जो मेरे भविष्य को तय करता है. എന്നെ കുറിച്ചുള്ള അവന്റെ പദ്ധതി നിറവേറാതിരിക്കത്തില്ല, അവനത് നിറവേറ്റുമെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ധൈര്യത്തോടെ പറ, എന്റെ ഭാവി അവന്റെ കരത്തിലാണ്. मेरे भविष्य के प्रति परमेश्वर की इच्छा पूरा करेगा. इस प्रकार विश्वास करने वाला आज विश्वास के साथ कहे कि वो
वही जो चाहा है वही मेरे जीवन में पूरा होगा। അപ്പന്റെ ഇഷ്ടപുത്രനായിരുന്നു ജോസഫ്. पिता का सबसे प्यारा बेटा था जोसेफ। ലോകം മുഴുവൻ പറഞ്ഞു അവന്റെ ഭാവി അവസാനിച്ചെന്ന്. दुनिया पूरा कहा कि योसेफ की भावी भविष्य नष्ट हो गया है। സ്വന്തം അപ്പൻ പറഞ്ഞു എന്റെ മകൻ ജോസഫ് ഇല്ല, അവൻ മരിച്ചുപോയി എന്ന്. उसका सगे जोसेफ अभी नहीं रहा, वो मृत्यु मर चुका है। സഹോദരന്മാർ മാറി മാറി നടന്നു പറഞ്ഞു അവസാനിച്ചു. അവന്റെ വസ്ത്രമായത് ചൂര ചകര പുരണ്ടത് രക്തത്തിൽ മുങ്ങിയത് അവൻ തീർന്നു എന്ന് അവർ വിളിച്ചു പറഞ്ഞു. भाई लोगों ने भी ये खबर फैलाया कि हमारा भाई जोसेफ नहीं रहा है, ये उसकी कपड़े है, उसका अंत हो चुका कर उसके बारे में खबर फैलाया। സ്വന്തം അപ്പൻ എന്ത് പറഞ്ഞാലും और उसके भले आपके पिताजी सगे पिताजी कुछ भी कहे, നാട്ടുകാർ എന്തൊക്കെ വിളിച്ചു പറഞ്ഞാലും, आपका देशवासी कुछ भी कहे, ഇന്ന് രാത്രി പറയാമോ ദർശനത്തിന് അവൻ ഒരു അവധി വെച്ചിരിക്കുകയാണ്. आज रात क्या आप कह सकते हैं कि दर्शन के लिए एक समय का सीमा रखा हुआ है, അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. वो उसकी ओर दौड़ रहा है। അത് വൈകിയാലും വരും, यदि देर होगा तो भी वो आएगा, അത് വൈകിയാലും വരും, यदि देर होगा तो भी वो आएगा, അത് വൈകിയാലും വരും. यदि देर होगा तो भी वो आएगा। ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. आज रात विश्वास करने वाला परमेश्वर का महिमा करे। നീ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. आपको निराशा होने की जरूरत नहीं है, ഭാവിയെ ഓർത്ത് നീ ആകുലപ്പെടേണ്ട ആവശ്യമില്ല. आपकी भविष्य के प्रति आपको चिंता करने की जरूरत नहीं, നാളെ കുറിച്ച് വിചാരപ്പെടേണ്ട ആവശ്യമില്ല. कल के बारे में सोच विचार करने की जरूरत नहीं। നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി തടയാൻ ലോകത്തിലെ ഒരു ശക്തിക്കും आपके प्रति കഴിയില്ല. परमेश्वर की इच्छा को रोकने के लिए दुनिया का कोई भी सामर्थ्य, हालेलुया, ताकत प्रबल नहीं होंगे। ഹല്ലേലൂയ. आमीन। ദൈവത്തിന്റെ വചനത്തിൽ ഇവിടെ നമ്മൾ കണ്ടിരിക്കുന്നത് യേശു കർത്താവിന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടി ആയിരിക്കുമെന്ന് പ്രവാചകനായ യെശയ്യാവ് പ്രവചിച്ച പ്രവചനം നിറവേറാൻ സ്വർഗത്തിലെ ദൈവം അതിന്റെ പദ്ധതിയുടെ ചരട് വലിച്ചു കെട്ടിയിരുന്നു. यहाँ पर हम पाते हैं कि प्रभु वक्ता यशायाह ने प्रभु यीशु मसीह के मृत्यु के बारे में जो कुछ कहा है उसका पूरा होने के लिए परमेश्वर अपनी योजना की जो है वो डोरी को परमेश्वर खींच कर बांधा था। യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായം 38 മുതലുള്ള വേദഭാഗം വായിക്കുമ്പോൾ यूहन्ना की इंजील उसका 19वां बाब का 38 से लेकर जब हम पढ़ते हैं അവിടെ നമ്മൾ ഇപ്രകാരം കാണാൻ കഴിയും. वहां पर हम इस प्रकार पाते हैं, इन बातों के बाद अरिमथिया के यूसुफ ने जो यीशु का चेला था परंतु यहूदियों के डर से इस बात को छिपाए रखता था, पिलातुस से विनती की कि ये क्या वो यीशु का शव ले जा सकता है। पिलातुस ने उसकी विनती सुनी और वो आकर उसका शव ले गया। आमीन। യേശുവിനെ കുറിച്ച് താൻ ജനിക്കുന്നതിന് മുൻപുള്ള പ്രവചനം അക്ഷരാർത്ഥത്തിൽ നിറവേറ്റുവാൻ ദൈവം രഹസ്യത്തിൽ ഒരു ശിക്ഷനെ മാറ്റി നിർത്തിയിരുന്നു. यीशु मसीह के बारे में उसकी पैदाइश से पहले लिखा हुआ भविष्यवाणी को पूरा करने के लिए परमेश्वर गुप्त में एक चेला को अलग करके रखा हुआ था। അവന്റെ പേരത്രേ അരിമഥിയിലെ ജോസഫ്. उसका नाम है अरिमथिया का योसेफ। അരിമഥിയിലെ ജോസഫിനെ കുറിച്ച് ഇവിടെ വായിക്കുന്നത് അരിമഥ്യ അവൻ ഒരു രഹസ്യ ശിഷ്യനായിരുന്നു. अरिमथिया के योसेफ के बारे में हम इस प्रकार पढ़ते हैं बाइबल में कि यीशु मसीह का वो एक गुप्त चेला था। ഇവൻ 3.5 കൊല്ലം കൂടെ നടന്നവനല്ല. ये यीशु के साथ 3.5 साल चला हुआ व्यक्ति नहीं। ഇവൻ അത്ഭുതങ്ങളുടെ സാക്ഷിയല്ല. ये यीशु मसीह का कोई चिन्ह और चमत्कार का गवाह नहीं ഇവൻ है। വെള്ളത്തിന്റെ മീതെ നടന്നവനല്ല. ये पानी के ऊपर चला हुआ भी नहीं है। ഇവൻ മരിച്ചവനെ ഉയർപ്പിച്ചവനല്ല. ये मरे हुए लोगों को जिलाया हुआ भी नहीं है। പക്ഷേ അവൻ ഒരു രഹസ്യ ശിഷ്യനായിരുന്നു. लेकिन वो यीशु मसीह के एक गुप्त चेला था। ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം. आज रात में आपको एक बात याद दिलाना चाहूंगा। പരസ്യമായി നിൽക്കാൻ പലരെയും കണ്ടേക്കാം. हो सकता है कि खुल्लम खुल्लम खड़े होने के लिए कई लोग होंगे। ദൈവത്തിന്റെ ദാസൻ പറഞ്ഞ പോലെ വേദികളിൽ, രംഗങ്ങളിൽ, പത്രങ്ങളിൽ, മീഡിയയിൽ പലരും വന്നേക്കാൻ സാധ്യതയുണ്ട്. जैसे परमेश्वर के दास ने कहा है कि मीडिया में और खुल्लम खुल्लम पब्लिक के बीच में खड़े होने के लिए कई लोग होंगे। എന്നാൽ അകത്ത് രഹസ്യത്തിൽ കർത്താവിനെ സ്നേഹിക്കുന്നവൻ എവിടെയുണ്ടോ അവനെ പരസ്യമായി ഉയർത്തുവാൻ ദൈവം കണ്ടൊരു നാഴികയുണ്ട്. അത് വെളിപ്പെട്ടു വരുമെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. लेकिन अंदर रहस्य में परमेश्वर से प्रेम करने वाला, परमेश्वर के साथ संबंध रखने वाला एक व्यक्ति को परमेश्वर खुल्लम खुल्लम उठाने का, खुल्लम खुल्लम प्रकट करने का एक समय है। वैसे विश्वास करने वाला आज रात परमेश्वर का धन्यवाद करे। ഓ
जो अरिमத்தியிലെ യോസഫിനെ മുൻനിരയിലെങ്ങും കാണാനില്ല. अरिमतिया का यूसुफ को आगे मंच पे आगे लोगों के बीच में कहीं भी दिखता नहीं है അവന്റെ പേര് ഗുഡ് ന്യൂസിലില്ല. और उसका नाम गुड न्यूज में नहीं है അവനെ ഒരു മീഡിയയിലും കാണാനില്ല. उसका नाम कोई भी मीडिया में नहीं प्रकट हुआ ഇതുവരെ അവനെ ആരൊക്കെയോ ഒതുക്കി വെച്ചെന്നുള്ള സത്യമാ. अभी तक उसको कोई किसी ना किसी दबा कर रखा हुआ है यह सच्चाई है എന്നാൽ ഒരു കാര്യം ഞാൻ ഇവിടെ നിന്ന് ഉറക്കെ പറയാം. യോസഫേ, ഇനി അധികം കാലം ഒളിച്ചിരിപ്പാൻ കഴിയത്തില്ല. लेकिन एक ഇനി बात നിന്റെ കാലം അടുത്തിരിക്കുകയാണ്. लेकिन एक बात आज मैं रात में कहना चाहूंगा कि यूसुफ भले तू जितना भी दुनिया के द्वारा दबाया गया है छिपाया हुआ है लेकिन अब ज्यादा दिन तुम छिपा नहीं हो सकता है നിന്നെ ഒതുക്കുന്നവർ കാണുക നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. दबाया हुआ छुपाया हुआ लोगों के सामने तुझे उठाने वाला एक परमेश्वर है പുറത്തു വരാൻ സാധ്യതയില്ലാത്ത മണ്ഡലങ്ങൾ നിനക്കെതിരെ കണ്ടേക്കാം. हालेलुया हो सकता है तुम्हारे जीवन में ऐसा माहौल है कि तुम बाहर नहीं आ सकता है ऐसे बातें तुम्हें घेरा होगा എന്നെ കേൾക്കുന്ന ഈ അഭിഷക്തന്മാരെ, നിന്റെ മിനിസ്ട്രി പുറത്തു വരാതെ ഒതുക്കപ്പെടുന്ന ചില മണ്ഡലങ്ങൾ ശുശ്രൂഷയുടെ മുൻപിൽ കണ്ടേക്കാം. പക്ഷേ നിനക്ക് പുറത്തു വരുവാൻ ദൈവം നിർണയിച്ച ഒരു मुझे നാഴികയുണ്ട്. सुनने वाला परमेश्वर के अभिषिक्त दासों हो सकता है आपकी सेवगाही बाहर प्रकट ना हो सकता है इस प्रकार आपको दबाने वाला कई तराइयां कई ऊंचाइयां आपके जीवन के आपके सेवगाही के विरुद्ध होंगे लेके एक दिन परमेश्वर आपको खुल्लम प्रकट करने वाला दिन है നിന്നെ ഒതുക്കാൻ ആരൊക്കെ ശ്രമിച്ചാലും എത്ര സ്വാധീനം ഉപയോഗിച്ചാലും ദൈവം നിനക്കൊരു സമയം വെച്ചിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവർ ആ കൈ ഉയർത്തി സ്തോത്രം ചെയ്യട്ടെ. आपको दबाने के लिए छुपाने के लिए भले जितना मर्जी दुनिया कोशिश करे लेकिन परमेश्वर आपके लिए एक समय रखा हुआ है उस समय में परमेश्वर आपको ऊंचा उठाकर अपनी महिमा प्रकट करेगा इस बात को विश्वास करने वाला हाथे उठाकर प्रभु का धन्यवाद करे സമാന്തര സുവിശേഷങ്ങളിൽ ഈ മനുഷ്യനെ കുറിച്ച് കൊടുത്തിരിക്കുന്നത് അവൻ സുവിശേഷത്തിൽ മാത്രം വിശ്വസിച്ചു നിൽക്കുകയല്ല, അവൻ അരിമത്തിയിലെ ഒരു മന്ത്രിയായിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. और सुसमाचारों में यूसुफ के बारे में हम इस प्रकार पढ़ते हैं कि वो केवल वह प्रभु के वचन पर नहीं विश्वास करते थे बल्कि वो अरिमतिया का एक मंत्री भी था वो एक मिनिस्टर भी था അവൻ മത്തായിയുടെ സുവിശേഷം 27:57 എഴുതിയിരിക്കുന്നത് അവനൊരു ധനവാനായിരുന്നു എന്നാണ്. मत्ती सुसमाचार 27 का 51 है तुम्हें उस यूसुफ के बारे में लिखा हुआ वो एक बहुत ही धनिक व्यक्ति था ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, പത്രോസ് വിചാരിച്ചാൽ പറ്റാത്തത് ചെയ്യിക്കാൻ വാഗ്ദത്തം യേശുവിനെ കുറിച്ചുണ്ടെങ്കിൽ അത് ചെയ്യിക്കാൻ ദൈവം ചില ധനവാന്മാരെ മാറ്റിവെച്ചിട്ടുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം आज ചെയ്യുക. रात में आपसे कहना चाहूंगा पत्रस यदि चाहे तो भी न करने वाला कुछ बातें करने के लिए परमेश्वर जरूर कुछ धनवानों को अलग करके रखा हुआ है ദൈവത്തിന്റെ പദ്ധതിയെ തടയാൻ ലോകത്തിന്റെ ശക്തിക്ക് കഴിയത്തില്ല. परमेश्वर की योजना को रोकने के लिए दुनिया की कोई भी सामर्थ्य कोई भी ताकत सामर्थ्य नहीं होंगे ശിഷ്യന്മാര് വിചാരിച്ചാൽ ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നില്ല. चेलों के द्वारा इतना बड़ा कार्य कभी भी नहीं हो सकता है ഒരുപക്ഷെ തടയപ്പെടുന്ന മണ്ഡലങ്ങളിൽ പുറത്തു കൊണ്ടുവരേണ്ട വാഗ്ദത്തത്തെ നിവർത്തിപ്പാൻ അവൻ ശക്തനായ ദൈവമാണ്. हो सकता है आपके आशीषों को जहां कहीं भी रोक टोक लगा देता है उन आशीषों को उन रोकों को हटाकर बाहर आपके जीवन में प्रकट करने के लिए सामर्थ्य प्रभु है आपका परमेश्वर जिसकी आप आराधना करते हैं ലൂക്കോസ് 23:50 എഴുതിയിരിക്കുന്നത് അവൻ നല്ലവനും നീതിമാനുമായിരുന്നു. लूका 24 उसका 50 में लिखा हुआ है कि वो अच्छा और एक धनवान व्यक्ति था ധാരാളം ധനവാന്മാർ ഇന്ന് ഭൂമിയിലുണ്ട്. बहुत ही धनवान लोग आज दुनिया में हैं അന്നും ധനവാന്മാർ ധാരാളം ഭൂമിയിലുണ്ട്. उस समय भी बहुत सारे धनवान लोग थे പക്ഷെ നല്ലവനായ ധനവാന്മാർ കുറവാണ്. लेकिन अच्छे धनवान लोग बहुत ही कम हैं കാരണം ധനം വന്നു കഴിയുമ്പോൾ ആളിന്റെ ഭാവം മാറും. कारण धन जैसे आएगा लोगों की छवि बदल जाता है स्वभाव बदल जाता है आदत बदल जाता है ധനം വന്നു കഴിയുമ്പോൾ പേര് ലഭിച്ചു കഴിയുമ്പോൾ ആളിന്റെ പ്രകൃതി മാറും. धन आने के बाद नाम कमाने के बाद व्यक्ति का स्वभाव बदल जाता है छवि बदल जाता है ആരെയും വിലയ്ക്ക് വാങ്ങാമെന്ന ചിന്ത ധനം കൊണ്ട് പലരും സ്വാധീനിക്കും. किसी को भी मैं अपने पैसे से खरीद सकता है खरीद लूंगा कर एक बुरी विचार उस समय मनुष्य के अंदर आ जाता है പഴയ മണ്ഡലങ്ങളെല്ലാം മറന്ന് താഴ്ചയിൽ ഉയർത്തിയ ദൈവത്തെ മറന്ന് അഹങ്കരിക്കപ്പെടുന്നവരുടെ ഒരു നിരയെ കാണാൻ പറ്റുമോ? और पुराना सारी बातों को पिछले दिनों की घटनाओं को कमियों को घटियों को भूल कर धन आने के बाद घमंड से भरा हुआ घमंड से उठा हुआ
एक व्यक्ति को फिर हम देखने पाते हैं। ഇന്ന് രാത്രി ഞാൻ ഈ ഡൽഹി പട്ടണത്തിലുള്ള ദൈവജനത്തോട് പറയട്ടെ, ദൈവം നിനക്ക് ധനം തരുമ്പോൾ ഒരു പടിയുടെ താഴെ നീ മറക്കരുത്. आज रात दिल्ली शहर के लोगों से मैं कहना चाहूंगा कि परमेश्वर यदि आपको धन देता है तो उस समय आप एक कदम और नीचे को झुकना चाहिए। ധനം കൊണ്ട് നിന്റെ സ്വഭാവം മാറരുത്. धन के आने के एक प्रति आपका स्वभाव में बदलाव नहीं आना चाहिए। നിന്റെ ജീവിതത്തിന്റെ താഴ്മയും വിനയവും നഷ്ടപ്പെടരുത്. आपकी जीवन की नम्रता और विनय कभी बदलना नहीं चाहिए। ഇവന്റെ കയ്യിൽ എന്തൊക്കെ വരുമ്പോഴും ഇവന്റെ സ്വഭാവത്തിന് മാറ്റമില്ലാതിരുന്നു. इस यूसुफ के हाथों में इतना धन और सामर्थ्य आने के बावजूद भी उसकी स्वभाव में कोई बदलाव नहीं हुआ। 23-ാം അധ്യായത്തിന്റെ 50-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ലൂക്കാ അവൻ ദൈവരാജ്യത്തെ കാത്തിരിക്കുന്നവനായിരുന്നു. लूका 23:50 में लिखा हुआ है कि वो परमेश्वर का राज्य का इंतजार करने वाला व्यक्ति था। ഒരു കാര്യം കൂടി ഞാൻ കടത്തി പറയാം, പണം വന്നെങ്കിലും പണം അവന്റെ അകത്ത് കയറിയില്ല. एक बात और मैं कहना चाहूंगा कि अरिमत्या के यूसुफ के पास बहुत ही धन था, लेकिन वो धन उसके हृदय के अंदर कभी भी घुसने न पाया। നീതിയുടെ ധനമായിരുന്നു അവന്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. और उसके हाथों में जो था वो धार्मिकता का धन था। ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനമേ, നീതിയുടെ ധനത്തിന്റെ ഉടമകളായി തീരാൻ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? आज रात मेरे को सुनने वाले लोगों, धार्मिकता का धन की मालिक बनने के लिए आज रात कितने लोग प्रार्थना करेंगे? അതുകൊണ്ടാണ് നല്ലവനും ധനവാനും നീതിമാനും എന്ന് ഒരുപോലെ ചേർത്തിരിക്കുന്നത്. इसलिए यूसुफ के बारे में जब पवित्र आत्मा ने लिखा है, वो इस प्रकार कहा कि वो धर्मी था और अच्छा व्यक्ति था और धनवान था। നമ്മുടെ പിതാവായ അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു, പക്ഷേ അവൻ ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്നവനായിരുന്നു. हमारा पिता हालेलुया अब्राहम महाधनी व्यक्ति था, लेकिन वो परमेश्वर को पिता कर पुकारते थे। അതുകൊണ്ട് വചനം എഴുതി ദൈവ ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിനായി അവൻ കാത്തിരിക്കുന്നവനായിരുന്നു. इसलिए परमेश्वर का वचन जब अब्राहम के बारे में लिखा है, इस प्रकार पवित्र आत्मा लिख दिया कि वो एक ऐसा नगर की इंतजार करता रहा कि जिसकी नींव परमेश्वर स्वयं डाला हुआ है। ഈ മനുഷ്യനെ കുറിച്ച് അടുത്തെഴുതിയിരിക്കുന്ന ഒരു പദം, അവൻ മരണത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നവനായിരുന്നു. और इस व्यक्ति के बारे में, यूसुफ के बारे में फिर पवित्र आत्मा कहा है, लिखा है कि वो मृत्यु का इंतजार करने वाला व्यक्ति था। മരണത്തെ പ്രതീക്ഷിച്ചുള്ള യാത്ര. मृत्यु का इंतजार करते हुए एक सफर। ഹലോ, हालेलुया। ഒരു സ്തോത്രം പറയോ? മരണം മുൻപിലുണ്ടെന്ന് അന്തരാത്മാവിൽ ബോധ്യമുണ്ടോ ദൈവമക്കളെ? मृत्यु हमारे आगे है, क्या इस प्रकार के एक सोच और विचार हमारे अंदर आत्मा में है? പലരുടെയും നടപ്പ് കണ്ടാൽ, പോക്ക് കണ്ടാൽ, നിപ്പ് കണ്ടാൽ, സംസാരം കേട്ടാൽ മരണം തന്നെ അടുത്ത് വരത്തേയില്ല. कई लोगों का चाल चलन, बोलचाल और स्वभाव आदत देखकर ऐसा लगता है कि मृत्यु इनको कभी भी छुएगा भी नहीं है। ആരൊക്കെ ശമ്പളം വാങ്ങാൻ പ്രാപ്തിയുണ്ടെങ്കിൽ, ബഹുനില കെട്ടിടമുണ്ടെങ്കിൽ, മറ്റൊരാൾക്കില്ലാത്ത വാഹനമുണ്ടെങ്കിൽ അഹങ്കരിക്കരുത്. यदि आप धनवान हैं, आपके पास अच्छे मंजिल है, अच्छे गाड़ियां है, अच्छा धन के संचालन आपने कर रखा हुआ है, तो ये सब कुछ होने के बावजूद भी आपके अंदर घमंड नहीं आना चाहिए। അവൻ തനിക്കായി വെട്ടി സൂക്ഷിച്ചൊരു കല്ലറ. यूसुफ अपने लिए मृत्यु का इंतजार करने वाला व्यक्ति, अपने लिए बना कर रखा हुआ, खोद कर रखा हुआ एक खबर। എന്റെ വിശ്വാസം എല്ലാ ദിവസവും ഭാര്യയോടും മക്കളോടും പറയും, അപ്പച്ചൻ ഒരു പക്ഷേ ഇന്ന് പോയേക്കാം, പക്ഷെ നിരാശപ്പെടരുത്, ഞാൻ പ്രാണപ്രിയന്റെ അരികിലേക്കാണ് പോകുന്നത്. हो सकता है ये यूसुफ रोज अपने पत्नी और बच्चों से कहते होंगे कि हो सकता है मेरे देहांत आज हो जाएगा, लेकिन आप लोगों को चिंता नहीं करना है, मैं अपना प्रिय प्रभु के पास जा रहा हूं। ഇന്ന് രാത്രി മരണത്തെ ഭയമില്ലാത്ത ദൈവമക്കൾ കൈ ഉയർത്തി സ്തോത്രം आज रात ചെയ്യുന്നു. मृत्यु को ना डरने वाला परमेश्वर के लोग हाथे उड़ाकर प्रभु का धन्यवाद कर सकते हैं। പല ബന്ധുക്കോസുകാർക്ക് സമയമാൻ രഥം പാടാൻ പേടിയാ. कई लोग ऐसा होता है कि मृत्यु के समय में गाने वाला वो गीत को गाना डर लगता है। മധ്യ തിരുവിതാംകൂറിലെ പല ശവക്കോട്ടകളും ഇപ്പം പോലീസ് കാവലിലും പലരും വന്ന് അതിന് സീല് വെച്ചിരിക്കുക. और हमारे केरल में कई ऐसा शमशान जगह है, सेमेट्री है, जहां पर जिसकी सुरक्षा पुलिस वालों ने ले लिया है। നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്ന ഇത്രയും കാലം ആർഎസ്എസ്കാരോ മറ്റാരെങ്കിലും വന്ന് അടപ്പിക്കുന്നതാണെന്ന. और अभी तक हम ये सोच रहे थे कि अभी तक सुसमाचार के विरोधी लोग कोई लोग आकर उसको बंद करते थे। എന്റെ ഒരു സ്നേഹിതനെ അടുത്തിടെ പറഞ്ഞു,
പറഞ്ഞു, ശവക്കോട്ടയുടെ അടുത്ത് പലയിടത്തും പെന്തിക്കോസുകാരുടെ വീടുണ്ട്. അവർക്ക് ഈ പാട്ട് കേട്ട് വേദന കയറിയപ്പോൾ അവരാണ് ഇതിന്റെ പുറകിൽ അടപ്പിക്കാൻ തുടങ്ങിയത്. और मेरे एक मित्र ने मेरे को इस प्रकार कहा है कि ये सेमेट्री के करीब कई पेंटिकोस लोग रहते हैं, वहां पर डेड बॉडी लाते वक्त जो गीत गाते हैं वे लोग इस गीत सुनकर डर जाते थे और उन्होंने पुलिस में कंप्लेंट कर दिया. इस कारण पुलिस ने इस सेमेट्री का सुरक्षा ले रखा है. ഹല്ലേലൂയ, ഹല്ലേലൂയ, हालेलुया. ഹല്ലേലൂയ. നമ്മുടെ പിതാക്കന്മാർ മരണത്തെ ഭയപ്പെട്ടില്ല. അവര് വിളിച്ചു പറഞ്ഞു, ഹേ മരണമേ. हमारे पूर्वजों ने कभी भी मृत्यु से नहीं डरा है. उन्होंने इस प्रकार चिल्लाकर कहा, हे मृत्यु, മരണമേ, നിന്റെ ജയം എവിടെ? हे मृत्यु तेरी जय कहाँ है? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? हे मृत्यु तेरी डंग कहाँ है? ഇന്ന് രാത്രി ബോധ്യമുള്ളവരെ കൈ ഉയർത്തി ദൈവത്തിന് സ്തോത്രം आज ചെയ്യട്ടെ. रात इस प्रकार की आशा जिसके अंदर है वे हाथ उठाकर प्रभु का धन्यवाद करें. അരിമത്യ ജോസഫിന്റെ അടുത്ത പ്രത്യേകത വേഗത്തിൽ പറയാം. 42 വാക്യത്തിലുണ്ട്, അവൻ ശ്രേഷ്ഠ മന്ത്രിയായിരുന്നു. और अरिमत्या के യോസഫ് की दूसरे गुण के बारे में 42वां बाब में लिखा हुआ है वो एक अच्छा मंत्री था. എന്ന് പറഞ്ഞ അധികാരം കൈ കിട്ടിയിട്ട് അഴിമതി കാണിക്കാത്തൊരു മന്ത്രി. इसका मतलब है कि उसके हाथों में अधिकार होने के बावजूद भी वो किसी प्रकार की ऐसे ऐसे काम नहीं किया है. കറപറ്റാത്തൊരു കരമുള്ള ഒരു മന്ത്രി. उसके हाथों में कभी भी और किसी प्रकार की दाग नहीं हुआ था. വിശുദ്ധ കരം ഉയർത്തി പ്രാർത്ഥിക്കാൻ പ്രാഗൽഭ്യമുള്ള ഒരു മന്ത്രി. और वो एक ऐसा मंत्री था कि हमेशा दाहिने हाथ उठाकर परमेश्वर के सन्मुख में प्रार्थना कर सकता था. അതുകൊണ്ട് വചനം പറയുന്ന പുരുഷന്മാരെല്ലായിടത്തും തങ്ങളുടെ വിശുദ്ധ കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. वचन कहता है कि इसलिए भाई लोग हर जगह में अपने पवित्र हाथों को उठाकर परमेश्वर का धन्यवाद करें. ബോധ്യമുള്ളവരെ കൈ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ये वचन विश्वास करने वाला हाथ उठाकर प्रभु का धन्यवाद करें. ഹല്ലേലൂയ. आमीन. ഇവൻ അവൻ സന്നിധി സംഘത്തിലെ അംഗമായിരുന്നു. और इसके अलावा वो यरूशलेम के सन्निधि जो है जो झुंड के एक मेंबर भी था, अंग भी था. എതിരാളികൾക്കെതിരെ എന്തും പറയുന്ന ഒരു പ്രകൃതക്കാരനല്ല ഇവൻ. ये अपने विरोधी के बारे में कुछ भी बोलने वाले एक आदत रखने वाले व्यक्ति नहीं था. ഇവൻ സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവനാണ്. ये सच्चाई के साथ खड़े होने वाला व्यक्ति था. ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാൽ ശരിയെന്ന് തോന്നുന്നിടത്ത് ഉറച്ചു നിൽക്കുന്നവനായിരുന്നു. हमें अकेला खड़ा होना पड़ेगा, लेकिन जब जिसको उसको लगता है कि यही सही है, सच्चाई के पक्ष में हमेशा खड़े होने वाला व्यक्ति था. രഹസ്യത്തിൽ നിന്ന് ശിക്ഷ നീ ഒറ്റയ്ക്കല്ല, നിനക്ക് കൂട്ടിന് ദൈവം ചിലരെ അവിടങ്ങളിലാക്കിയിട്ടുണ്ട്. इस प्रकार रहस्य में रहने वाले 6 लोग आप कभी अब अकेला नहीं है, बल्कि आपके संग मिलने के लिए परमेश्वर ने कुछ लोगों को गुप्त में तैयार करके रखा हुआ है. രഹസ്യത്തിൽ ജീവിതം സൂക്ഷിച്ച, വിശുദ്ധി സൂക്ഷിച്ച, ഭക്തി സൂക്ഷിച്ച, കൃപ സൂക്ഷിച്ച, ആത്മീക സൂക്ഷിച്ച ജോസഫിന് കൂട്ടിന് രഹസ്യത്തിൽ ദൈവം ഒരുത്തനെ മാറ്റി നിർത്തിയിരിക്കുക. गुप्त में अपने जीवन को, अपने चाल चलन को पवित्र रखा हुआ यूसुफ को परमेश्वर ने उसकी साथी बनने के लिए कुछ लोगों को भी परमेश्वर ने गुप्त में तैयार किया. യോഹന്നാന്റെ സുവിശേഷം 19 നിക്കോദിമോസ് എന്നാണ്. यूहन्ना उसका 19 का 38 आयत से लेकर जब हम पढ़ते हैं वहां पर एक व्यक्ति के बारे में लिखा हुआ है जिसका नाम निकोदिमोस है. ഹല്ലേലൂയ, आमीन. ഹല്ലേലൂയ. हालेलुया. ഭക്തി സൂക്ഷിക്കുന്ന 2 ഭക്തന്മാർ ഒരുമിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എഴുതി, അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു. परमेश्वर के प्रति भक्ति को हाले गुप्त में रखने वाला 2 भक्त लोग जब आपस में मिल गए हैं, पवित्र आत्मा इस प्रकार लिख दिया है, उसकी मृत्यु के समय में वह धनवानों के संग था. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, കൃപയ്ക്ക് വില കൊടുത്താൽ, വിശുദ്ധിക്ക് വില കൊടുത്താൽ, ഭക്തിക്ക് വില കൊടുത്താൽ അല്പകാലം നീ ഒറ്റപ്പെട്ടെന്ന് വരാം. പക്ഷേ നിനക്ക് തുണയായി ദൈവം ചിലരെ കൂടെ आज रात मुझे सुनने वाले प्यारे मित्रों, यदि आप भक्ति के लिए, अनुग्रह के लिए और यदि आप दाम चुकाने के लिए तैयार है तो भले कुछ दिन के लिए आपको अकेला खड़ा होना पड़ेगा, लेकिन आपके संग मिलने के लिए परमेश्वर कुछ लोगों को तैयार करेगा. അവിടെ എഴുതിയിരിക്കുന്ന ജോസഫ് ഒരു പുതിയ ശീല വാങ്ങി യേശുവിനെ പൊതിഞ്ഞെന്ന് वहां पर എഴുതിയിരിക്കുന്നു. लिखा हुआ यूसुफ ने एक नया कपड़ा खरीद कर यीशु के लौत को लपेट लिया है. ജനിച്ചപ്പോ പൊതിയാൻ ശീലയില്ല. और जब यीशु मसीह की पैदाइश हुआ था उस समय उसको लिपटाने के लिए, उसको पहनाने के लिए कोई कपड़े नहीं थे. അതുകൊണ്ട് പാട്ടുകാരൻ എഴുതിയ കീർത്തി ശീലയിൽ കിടത്തിയെന്ന്. इसलिए गीत लिखने वाले लिखा हुआ है कि उसको एक ऐसा सनी कपड़े में लिपटाया हुआ है. എന്നാൽ മരണത്തിൽ അവന് കീർത്തി ശീലയല്ല, മരണത്തിൽ അവന് വേണ്ടി തന്നെ ഒരു
പുതിയ ശീല ഒരു സമ്പന്നനെ കൊണ്ട് ദൈവം ഒരുക്കി വെപ്പിച്ചു. लेकिन यीशु के मृत्यु के समय में ऐसा नहीं था, बल्कि यीशु की लौट को शरीर को लिपटाने के लिए परमेश्वर ने उस धनवान व्यक्ति के द्वारा एक नया चादर को खरीदवाया है। വീണ്ടും എഴുതിയിരിക്കുന്നു 100 റാത്തൽ മൂറും അകിലും ഒരു കൂട്ടുണ്ടാക്കി അവന് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുക. और इसके अलावा यीशु मसीह के ऊपर डालने के लिए जो सुगंध द्रव्यों के विवरण वहां पर लिखा हुआ है, करीबन हालेलुया 100 रातल से ऊपर जो है सुगंध द्रव्यों को वहां पर लाकर यीशु के लोथ में डाला गया ആ है। തലമുറയിലെ യഹൂദ സംസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരടക്കം എന്റെ കർത്താവ് ആമേൻ യേശു കർത്താവിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുക. उस जमाने में यहूदी लोगों के रीति रिवाज के अनुसार, परंपरा के अनुसार सबसे महत्वपूर्ण एक अंतिम संस्कार यीशु मसीह को दिया गया है। ചില മണിക്കൂർ മുൻപ് ആ ക്രൂസിന്റെ താഴ്വരയിലൂടെ ചിലർ കടന്നുപോയി. कुछ घंटों पहले यीशु मसीह के उस क्रूस के करीब से कुछ लोग निकल गया है। ഇരു കള്ളന്മാരുടെ നടുവിൽ കിടക്കുന്നവനെ കണ്ട് അവർ വഴി നടന്ന് ഇങ്ങനെ തലകുലുക്കിക്കൊണ്ട് പറഞ്ഞു, ഹാ ദൈവപുത്രനെങ്കിൽ ഇപ്പോൾ ക്രൂസിൽ നിറങ്ങി വാ. क्रूस पर पड़े हुए यीशु मसीह को, अपमानित यीशु मसीह को देखकर लोगों ने सिर हिलाकर बिचकाते हुए इस प्रकार कहा कि यदि तू परमेश्वर का पुत्र है तो अपने आप को बचाओ, क्रूस से उतर आओ। നീ ദൈവപുത്രനെങ്കിൽ തന്നെത്താൻ ഒന്ന് രക്ഷിക്കുക. यदि तू परमेश्वर का पुत्र है तो सबसे पहले अपने आप को बचा लो। നിന്ദിച്ചവരുടെ നിന്ദ അവന്റെ മേൽ വീഴാതെ ദൈവം അവനെ സമ്പന്നന്മാരോടുകൂടെ निंदा करने वालों की निंदा उसके ऊपर गिरने से पहले परमेश्वर ने उसको धनवानों के संग खबर दे दिया है। ഇന്ന് രാത്രി നിന്റെ ഭാവിയെ നോക്കി ആരൊക്കെ തലകുലുക്കിയാലും പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, ദൈവത്തിന്റെ വാഗ്ദത്തം നിന്റെ മേലുണ്ട്. അത് തടയാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. आपसे आत्मा में भरकर कहना चाहता हूं कि आपके भविष्य के प्रति कितना भी लोग सिर हिलाकर मुंह बिचकाते हुए कुछ भी कहे, लेकिन आपकी वायदा को पूरा करने के लिए परमेश्वर सामर्थ्य है। സമയത്തിന് കുറവ് കൊണ്ട് എന്റെ സാക്ഷ്യം പറയണമെന്നുണ്ടായിരുന്നു, പറയാൻ ഞാൻ സമയമെടുക്കുന്നില്ല. मेरी गवाही में बताना चाहता था, लेकिन समय की कमी से मैं नहीं कर पा रहा ഈ हूं। പകൽ ഞാൻ ഇന്ന് പറഞ്ഞിരുന്നു, കേരളത്തിന്റെ വടക്കൻ ജില്ലയിൽ കണ്ണൂരിൽ ഒരു സാധാരണ കൊച്ചു വീട്ടിൽ ജനിച്ച എനിക്ക് എന്റെ സ്നേഹിതൻ ഇവിടെ ഇരിപ്പുണ്ട്. അവൻ ചെറിയ ജി മാത്യു, ജിജി എന്ന് വിളിക്കും. ഇവിടെ ICPന്റെ പ്രവർത്തകനാണ്. എന്റെ സഹോദരി ഇവിടെ ഇരിപ്പുണ്ട്. അവരുടെ മുൻപിൽ യേശുവിനെ ഉയർത്തി ഞാൻ പറയട്ടെ, യേശുവിന്റെ വാഗ്ദത്തമുണ്ടോ നിന്നെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. मेरा भाई यहाँ पर बैठा हुआ है, मेरा दोस्त यहाँ पर बैठा हुआ है, मेरी बहन यहाँ पर बैठा हुआ है। केरला के सबसे उत्तरी इलाका में एक छोटा सा घर में, छोटा सा शहर में पैदा हुआ मेरे को अगर आज ये इस मंच पे प्रभु ने खड़ा कर दिया तो मेरे प्रति परमेश्वर की वायदों का पूर्तिकरण है। ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ഡൽഹി സ്റ്റേറ്റിലെ അഭിഷക്തന്മാരെ ഒരു കാര്യം ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുക. आज रात मुझे सुनने वाला परमेश्वर के श्रेष्ठ दासों, आत्मा में मैं आपसे आज रात कहना चाहूंगा, ലോകം നിന്നെ കുറിച്ച് പറയുന്ന കേട്ട് നീ തലകുനിക്കരുത്. दुनिया आपके बारे में बताने वाले बातों को सुनकर आपको सिर झुकाने की जरूरत नहीं है। നിന്റെ മുഖത്ത് നോക്കി നിന്നെ തലകുലുക്കി പലരും പലതും പറഞ്ഞേക്കാം. आपके चेहरे में देखकर कई लोग सिर हिलाकर मुंह बिचकाते हुए कुछ भी कहे। നീ ഇങ്ങനെ കിടക്കത്തേ ഉള്ളൂ, ഇങ്ങനെ അവസാനിക്കത്തേ ഉള്ളൂ, കഴുകന്മാർ നിന്റെ ആമേൻ മൃതശരീരം കൊത്തിപ്പറിക്കും എന്ന് ലോകം പറഞ്ഞേക്കാം. हो सकता है दुनिया आपके चेहरे में देख रहे का है तेरी हाल हो यही होगा, इससे भी गिरा होगा और तेरे शरीर को आकाश के चिड़िया खा जाएंगे, ये कहकर आपको हो सकता है निंदा कर सकता है। എന്റെ അരുമനാഥനായ കർത്താവിന്റെ ജനനത്തിന് മുൻപ് അവനെ കുറിച്ചുള്ള പ്രവചനം നിറവേറ്റാൻ ഈ തിരുവചനത്തിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് രാത്രി നിന്നെ കുറിച്ചുള്ള വാഗ്ദത്തത്തിന്റെ പൂർണ്ണതയുടെ അരികിൽ ഈ 2019 ഡിസംബർ മാസം നീ എത്തിയെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? अगर प्रभु यीशु मसीह के बारे में लिखा हुआ हालेलुया। भविष्यवाणी को इस वचन के द्वारा परमेश्वर ने पूर्ति किया है तो आज रात 2019 के आखिरी दिनों में आ पहुंचे हुए आप में से कितने लोग विश्वास करते हैं मेरे प्रति जो वायदा है उसको परमेश्वर इन दिनों में ही पूरा करेगा। തലകുലിക്കുന്നവർ തലകുലിക്കട്ടെ, हाल आपके विरुद्ध सिर हिलाने वाला सिर हिलाने दो, പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ, निंदा करने वालों को निंदा करने दो, ഒതുക്കി വെക്കാൻ ശ്രമിക്കുന്നവർ ഒതുക്കി വെക്കാൻ ശ്രമിക്കട്ടെ. आपको दबाने के लिए गिराने के लिए कोशिश करने वालों को करने दो। ആരും നിന്നെ പുറത്തു കൊണ്ടുവരാതെ മൂടി വെക്കപ്പെടുന്ന ഒരു കാലഘട്ടം हो നിനക്കുണ്ടായിരിക്കുമായിരിക്കാം. सकता है आप एक ऐसा समय से जो है बीता है या गुजरा है कि आप बाहर नहीं आ सके, लोग या दुनिया आपको दबा कर रखा हुआ है। ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ പറയുന്നു, ഇത് നിന്റെ പുതിയൊരു അധ്യായത്തിന്റെ തുടക്കത്തിന്റെ രാത്രി
രാത്രിയാണ് आज रात में आत्मा से आपसे कहना चाहूंगा, आज रात आपका जीवन का, आपका भविष्यवाणी का, आपके बारे में परमेश्वर की योजनाओं का एक नया अध्याय का शुरुआत है। ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു परमेश्वर का वचन का देख मैं एक नई बात कहता हूँ, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു देख मैं एक नई बात कहता हूँ। മുൻപുള്ളവയെ ഓർക്കണ്ട पिछली बातों को स्मरण मत रखो, പണ്ടുള്ളവയെ നിരൂപിക്കണ്ട पुरानी बातों को न सोचो। ഇപ്പോൾ ഇതാ अभी देखो, ഇപ്പോൾ ഇതാ अभी देखो, ഞാൻ പുതിയതൊന്ന് ചെയ്യുക मैं एक नई बातें कहता हूँ। ഇന്ന് രാത്രി ചെയ്യാൻ കഴിയുന്നവന്റെ കരത്തിൽ ഏൽപ്പിക്കാൻ എത്ര പേർ തയ്യാറുണ്ട് आज रात आपके लिए एक नई बातें करने के लिए सामर्थ्य रखने वाले प्रभु के हाथों में कितने लोग अपना जीवन देने के लिए तैयार हैं? എല്ലാ കണ്ണുകളും അടയ്ക്കട്ടെ ദൈവസ്ഥലം എഴുന്നേറ്റ് നിൽക്കാം सभी लोग अपने आंखों को बंद रखे, प्रभु के सन्मुख में खड़े हो जाएं। ചില നിമിഷം ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ് कुछ क्षण परमेश्वर के सन्मुख में प्रार्थना करने ഈ जा रहे हैं। രാത്രി യോഗത്തിന്റെ സമാപന രാത്രിയാണ് आज हमारे इस रात की आखिर, हमारे इस कन्वेंशन के आखिरी रात है। ഇന്ന് രാത്രി ഒരു അത്ഭുതത്തിന്റെ രാത്രിയാണ് आज रात एक अद्भुत रात है आपके ഈ लिए। രാത്രി ഒരു വിടുതലിന്റെ രാത്രിയാണ് आज रात एक छुटकारा का रात है। ഈ രാത്രി ഒരു പുതിയ പേർ നിനക്ക് വേണ്ടി എഴുതുന്ന आज രാത്രിയാണ് रात एक नई नाम आपके लिए लिखने वाली रात है। ഈ രാത്രി നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന രാത്രിയാണ് आज रात आपके जीवन को बदलने वाले की रात है। ഈ രാത്രി ഇതുവരെ ഇല്ലാത്ത ഒരു സൗഖ്യം നീ അനുഭവിക്കുന്ന आज രാത്രിയാണ് रात आपके जीवन में एक ऐसे चंगाई आप महसूस करने वाले हैं कि ऐसे की चंगाई से पहले कभी आपने अनुभव ही नहीं किया है। കരം തട്ടി ദൈവത്തെ സ്തുതിച്ചു തുടങ്ങട്ടെ हालेलुया, तालियां बजा के परमेश्वर का धन्यवाद करना शुरू कीजिए। ശക്തിയോടെ കരങ്ങൾ തട്ടി ദൈവത്തെ जोर സ്തുതിക്കട്ടെ से परमेश्वर की स्तुति कीजिए। ഇന്ന് രാത്രി ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കാം आज रात परमेश्वर आपके लिए अद्भुत कार्य करेगा। കർത്താവേ, ഈ രാത്രി ഞാൻ നിന്റെ അരികിലേക്ക് हे വരികയാണ് प्रभु, मैं आज रात तेरे पास आ रहा हूँ। എന്നെ കുറിച്ചുള്ള നിന്റെ വാഗ്ദത്തങ്ങൾക്ക് സ്തോത്രം मेरे प्रति आपकी वायदों के प्रति धन्यवाद हो। ഒരു പുതിയ അധ്യായത്തിലേക്ക് എന്നെ നടത്താൻ പോകുന്നതുകൊണ്ട് एक नया സ്തോത്രം अध्याय आप मेरे लिए खोलने जा रहा है, इसलिए धन्यवाद हो। ദൈവം എനിക്ക് വേണ്ടി ചില ചെയ്യുമെന്ന് എത്ര പേര് कितने വിശ്വസിക്കുന്നുണ്ട് लोग विश्वास करते हैं कि परमेश्वर मेरे लिए कुछ नई बातें करने जा रहा है? ഹല്ലേലൂയ हालेलुया, കരങ്ങൾ തട്ടി സ്തുതിച്ചാട്ടെ हाले तालियां में जाकर प्रभु का धन्यवाद करें। ശക്തിയോടെ സ്തുതിച്ചാട്ടെ जोर से प्रभु का महिमा करे। ഈ രാത്രി ദൈവം നിന്റെ ജീവിതത്തിൽ ചില വിടുതൽ ചെയ്യാൻ आज പോകുകയാണ് रात परमेश्वर आपके जीवन में कुछ कुछ छुटकारा भेजने जा रहे ഒരു हैं। ദൈവ പ്രവൃത്തിയുടെ രാത്രിയാണ് एक परमेश्वर की कार्यों का रात है आज। ദൈവ ശക്തിയുടെ രാത്രിയാണ് परमेश्वर की सामर्थ्य की रात है आज ഒരു रात। അത്ഭുതത്തിന്റെ രാത്രിയാണ് एक अद्भुत की रात है आज की रात। ദൈവം നിന്റെ ജീവിതത്തിൽ പുതിയ ചില ചെയ്യാൻ പോകുകയാണ് परमेश्वर आपके जीवन में कुछ नई बातें करने जा रहे हैं। ഈ രാത്രി എത്ര പേര് സമർപ്പിക്കാൻ आज ആഗ്രഹിക്കുന്നു रात कितने लोग समर्पण के लिए तैयार हैं? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചിലരെ കണ്ടുകൊണ്ടിരിക്കുക परमेश्वर की आत्मा आज रात कुछ लोगों को देख रहा है। ഈ രാത്രി ഒരു അഭിഷേകം വ്യാപരിക്കപ്പെടുന്ന രാത്രിയാണ് आज रात आपके ऊपर एक विशेष अभिषेक को प्रभु मंडराने രാത്രി वाला है। ദൈവ ശക്തിയുടെ ആഴം നിന്റെ മേൽ ഇറങ്ങി വരുന്ന രാത്രിയാണ് आज रात परमेश्वर की सामर्थ्य की गहराई को पहचानने वाली रात है। വാഗ്ദത്തം ചെയ്തവൻ നിവർത്തിക്കുന്ന രാത്രിയാണ് आपके प्रति परमेश्वर बीते दिनों में किया हुआ वायदों को पूरी करने वाले रात है। ഹല്ലേലൂയ हालेलुया, ഹല്ലേലൂയ हालेलुया, ഹല്ലേലൂയ हालेलुया। ഈ പാട്ടിന്റെ അടികളൊന്ന് ചേർന്ന് പാടാം അവൻ ആർക്കും കടക്കാരനല്ല हालेलुया, इस गीत को हम गाएंगे। हालेलुया।